ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ക്രീപ്പർ ജാക്കി റോസ് ഇതുവരെ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ നമുക്ക് ക്രീപ്പർ ജാക്കി റോസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഒന്നാമതായിട്ടുള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ക്രീപ്പർ ജാക്കി റോസിൻ്റെ തൈകളാണ് കോംബോയിൽ ഒന്നാമത്തെ താരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ്. വലിപ്പമുള്ള തൈകൾ മാത്രമല്ല, ഇതൊരു ക്രീപ്പർ ഒരു യെല്ലോ ഷെയ്ഡ് കൂടെ വരുന്നൊരു ക്രീപ്പറാണ് കേട്ടോ. വിരിയുന്ന സമയത്ത് യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും വൈറ്റിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ തൈകളാക്കി എടുക്കാനായിട്ട് ഒരു കമ്പ് ഒടിച്ചു കുത്തി കഴിഞ്ഞാൽ തൈകൾ കിട്ടും കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ റോസിൻ്റെ തൈകളാണ് രണ്ടാമതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുമ്പോൾ പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ്. സിംഗിൾ പെറ്റലാണ് കേട്ടോ, സിംഗിൾ ഡബിൾ പെറ്റലാണ് വരുന്നത്. ഒത്തിരി ഇതളുകളൊന്നും ഈ ഒരു റോസിന് ഉണ്ടായിരിക്കില്ല. നല്ല ഭംഗിയാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ പിങ്കും വൈറ്റും എടുത്ത് കാണിക്കും. പിന്നെ സെൻറ്റർ പോർഷനിൽ യെല്ലോ ഷെയ്ഡൂടെ വരുന്നത് കാരണം അടിപൊളി ആയിട്ടുള്ള, കാണാൻ തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റോസാണ് കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഈ ഒരു ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കോംബോയിൽ മൂന്നാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഈ റോസാണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ തൈകളാണ് കേട്ടോ കോംബോയിൽ മൂന്നാമതായിട്ട് കൊണ്ടുവരുന്നത്. ഇതിലും ഒരുപാട് പെറ്റൽസ് ഒന്നുമില്ല, 2 ലെയർ പെറ്റൽസേ ഉള്ളൂ. പക്ഷേ നല്ല സ്മെല്ലുള്ളൊരു റോസാണ്. കളറ് കാരണം മറ്റുള്ള റോസുകളിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു വയലറ്റ് ഷെയ്ഡ് അങ്ങനെ റോസിന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. സ്മെല്ലും ഉണ്ട് ഈ ഒരു ഫ്ലവറിന്. ഇതേ കണ്ടില്ലേ, വിരിയുന്ന സമയത്ത് ആ സെൻറ്റർ പോർഷൻ്റെ യെല്ലോയും ചുറ്റിനുമായിട്ട് നല്ലൊരു ഡാർക്ക് കളറിലെ ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതും ഓൺ റൂട്ടഡ് ആണ്. അടുത്തതായിട്ട് കോംബോയിൽ കൊണ്ടുവന്നേക്കുന്ന നാലാമത്തെ റോസ് എന്ന് പറയുന്നത് ഈ ഒരു റോസാണ്. ഫെയറി പിങ്ക് ആണ് കേട്ടോ. പിങ്ക് ഫെയറി റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കോംബോയിൽ നാലാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഈ ഒരു കോംബോ നമുക്ക് ഒരുപാട് പേർക്ക് തരാനുള്ളതൊന്നുമില്ല. 5 പേർക്ക് തരാനുള്ള കോംബോ മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. വെറും 5 പേർക്ക് തരാനുള്ള കോംബോ മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള ഫെയറി പിങ്ക് റോസ്, ഈ റോസിൻ്റെ സ്റ്റോക്ക് നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒത്തിരി തൈകളൊന്നും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. അടുത്ത് ലാസ്റ്റ് വരുന്നത് 7 ഡേയ്സ് റോസിൻ്റെ ഈ ഒരു കളറാണ്. അപ്പോൾ 660 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെയാണ് 660 രൂപ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ്. നമുക്ക് ഡിസ്പാച്ച് വരുന്നത് ചൊവ്വാഴ്ച മുതലാണ്. തിങ്കളാഴ്ച നമുക്ക് DTDC അവധിയാണ്. അപ്പോൾ അത് കാരണം ചൊവ്വാഴ്ച മുതലായിരിക്കും കൊറിയർ അയക്കുക. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കൊറിയർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീക്കും നെക്സ്റ്റ് വീക്കും ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരട്ടെ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക. താങ്ക്